ഇനി നമുക്ക് കാർഡിയോളജിയിൽ പീഡിയാട്രിക് കണ്ടീഷൻ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അഡൽട്സ് കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പീഡിയാട്രിക് കണ്ടീഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പീഡിയാട്രിക് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൾമണറി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ഡിസീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, രണ്ടാമത്തേത് ആർട്ടീരിയൽ വെൻട്രിക്കുലാർ കനാൽ ഡിഫക്റ്റ്, പിന്നെ മൂന്നാമത്തേത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, പിന്നെ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, അതായത് ആർട്ടറീസ് തമ്മിൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ട്. അതുവഴി ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതുമൂലം ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ് ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻക്രീസ്ഡ് ഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. റൈറ്റ് സൈഡിലേക്ക് ഇൻക്രീസ്ഡ് ബ്ലഡ് ഉണ്ടായിരിക്കും. അതുമൂലം ഉണ്ടാകുന്ന മാനുഫാക്ചറേഷൻ ആണ് കുട്ടിയിൽ കാണിക്കുന്നത്. പിന്നെ റൈറ്റ് ആർട്ടറിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും എൻലാർജ്മെന്റ് ഉണ്ടാവും. ഇൻഫാൻറ്റ് മോസ്റ്റ് കേസസിലൊക്കെ എന്താണ് എസിംപ്റ്റമാറ്റിക് ആണ്. ഇനി ലേറ്റർ സ്റ്റേജിലോട്ട് ഒക്കെ വരുമ്പോൾ ഹാർട്ട് ഫെയിലിയേഴ്സിൻ്റെയും സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കാറുണ്ട്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് ഈ കാർഡിയോളജിയിൽ ഈ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ കോമൺ ആയിട്ടുള്ള അസസ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഡിക്രീസ്ഡ് പെറിഫറൽ പൾസസ് ഉണ്ട്, എക്സസൈസിങ് ടോളറൻസ്, ഫീഡിങ് ഡിഫിക്കൽട്ടീസ്, ഹൈപ്പർ ടെൻഷൻ, ഇറിറ്റബിലിറ്റി, റെസ്റ്റ്ലെസ്നെസ്, പിന്നെ ഒലിഗേറിയ, ടാക്കിക്കാർഡിയ. അപ്പോൾ ഇതൊക്കെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ഇനി ആർട്ടേറിയൽ സെപ്റ്റൽ ഡിഫെക്ഷന് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഫസ്റ്റ് ടൈപ്പ് ഉണ്ട്, സെക്കൻഡ് ടൈപ്പ് ഉണ്ട്, തേർഡ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ വിളിക്കുന്നത് ഓസ്റ്റിയം പ്രീമിയം എന്നാണ്. ഓസ്റ്റിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ സ്പെറ്റത്തിൻ്റെ ലോവർ എൻഡിലായിരിക്കും ഓപ്പണിംഗ് വരുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കിയാൽ ഓസ്റ്റിയം സെക്കൻഡിയം, സെൻട്രൽ സെപ്റ്റത്തിൻ്റെയും വളരെ അടുത്തായിരിക്കും ഓപ്പണിംഗ് വരുന്നത്. പിന്നെ തേർഡ് ടൈപ്പാണ് സൈനസ് വിനോസസ് ഡിഫക്റ്റ്. റൈറ്റ് ആട്രിയത്തിൻ്റെയും വിന കാവയുടെയും അടുത്തായിട്ടായിരിക്കും അബ്നോർമൽ ഓപ്പണിംഗ് വരുന്നത്. ഇതാണ് 3 ടൈപ്സ്. അപ്പോൾ നമുക്ക് മാനേജ്മെന്റിലോട്ട് നോക്കുകയാണെങ്കിൽ കാർഡിയാക് കാത്തറലൈസേഷൻ വഴി ഡിഫക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഓപ്പണിംഗ് റിപ്പയർ വിത്ത് പൾമിനറി ബൈപ്പാസ് വഴിയും ചെയ്യാം. പിന്നെ രണ്ടാമത്തതാണ് ആട്രിയോ വെൻട്രിക്കുലാർ കനാൽ ഡിഫക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ എൻഡോകാർഡിയം കോഷ്യൻസിൻ്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ആട്രിയോ വെൻട്രിക്കുലാർ കനാൽ ഡിഫക്റ്റ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കോമൺ ആയിട്ടുള്ള ഡൗൺ സിൻഡ്രംസ് ഉള്ള കുട്ടികളിൽ ഇത് കാണാറുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് മർമർ ഇതിൽ കാണാറുണ്ട്, അതുമല്ല സൈനോസിസ് കാണാറുണ്ട്. നെക്സ്റ്റ് ആണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂഷൻ, അതിനെയാണ് നമ്മൾ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫിൽ ക്ലോസ് ചെയ്യേണ്ട കാര്യം ക്ലോസ് ആകുന്നില്ല. പിന്നെ ഡക്ടസ് എന്ന് പറഞ്ഞാൽ അതൊരു ഷണ്ടാണ്, പൾമണറി ആട്രിയത്തിൻ്റെയും അയോട്ടയും കണക്ട് ചെയ്യുന്ന ഒരു ഷണ്ടാണ്. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മർമർ കാണും. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെഷീനറി ലൈക്ക് മർമർ. അത് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇതിലും സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ആണ്. പിന്നെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇൻഡാമെത്താസിൻ ആണ് കൊടുക്കുന്നത്. ഇൻഡാമെത്താസിൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസ്റ്റഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡക്ടസ് ആർട്ടീരിയോസിസിൻ്റെ ക്ലോസറിന് വേണ്ടിയിട്ടാണ്. പിന്നെ പ്രിമേച്ചർ ആയിട്ടുള്ള ഇൻഫൻറ്റിനും ന്യൂ ബോൺസിനുമാണ് നമ്മൾ ഇൻഡോമെത്താസിൻ കൊടുക്കുന്നത്. കൂടാതെ കാർഡിയാക് കാത്തറലൈസേഷനിൽ ഈ ഡിഫക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്സിലാണ് ഈ പ്രൊസീജിയേഴ്സ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസിൽ. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. അതായത് വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ ഒരു അബ്നോർമൽ ഓപ്പണിംഗ്, അതായത് 2 വെൻട്രിക്കിൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ വരുന്ന ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ആണ്.
ഇതിലും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളത് മർമർ പ്രസന്റ് ആണ്. അത് കൂടാതെ ഹാർട്ട് ഫെയിലിയർ സിംറ്റംസും പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് സിംറ്റംസും കാണുന്നു. മാനേജ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഡിയാക് കാത്തലൈസേഷൻ വഴിയുള്ള ക്ലോസർ പോസിബിൾ ആണ്. അതല്ലെങ്കിൽ എന്താണ് ഓപ്പൺ പൾമണറി വിത്ത് കാർഡിയോ പൾമണറി ബൈപ്പാസ് വഴിയുള്ള ഓപ്പൺ റിപ്പയർ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് പൾമണറി ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഡിഫക്ട്സ്. അതായത് ആർട്ടീരിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്, പിന്നെ ആർട്ടീരിയൽ വെൻട്രിക്കുലാർ കനാൽ ഡിഫക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പേറ്റന്റ് ഡക്ടസ് ആർട്ടറിയോറിസിസ് ഉണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാർട്ട് ഫെയിലിയേഴ്സ് സിംറ്റംസും പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് സിംറ്റംസും ഉണ്ട്. കാർഡിയാക് കാത്തലൈസേഷൻ ത്രൂ എല്ലാത്തിൻ്റെയും റിപ്പയർ പോസിബിൾ ആണ്. അതുപോലെ ചില സർജിക്കൽ റിപ്പയേഴ്സ് നമ്മൾ നടത്താറുണ്ട്. ഇത് അതുപോലെ ഇൻഡോമെത്താസിൻ നമ്മൾ കൊടുക്കുന്നത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് ഡിഫക്ട്സ് വിത്ത് ഇൻക്രീസ്ഡ് പൾമണറി ബ്ലഡ് ഫ്ലോയിൽ പറയുന്നത്.